ആന്റണി, താങ്കൾ പറഞ്ഞതുപോലെ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകില്ല എങ്കിൽ പോലും ഇറാൻ ആദ്യം മുന്നറിയിപ്പ് നൽകിയത് ട്രംപാണ്. ഇപ്പോൾ ആക്രമണത്തിന് ശേഷവും ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ പിന്മാറണം, കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിൽ. കൃത്യമായി തന്നെ ഇത്തരം ഈ അമേരിക്കയുടെ നിരീക്ഷണങ്ങളും അമേരിക്കയുടെ വളരെ ശക്തമായ പിന്തുണയും അമേരിക്ക തന്നെ മുൻകൈ എടുത്തുള്ള ഒരു ആക്രമണ തലത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. അതിനകത്ത് മറുചോദ്യമൊന്നുമില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഇസ്രായേൽ നൽകുന്നത് അമേരിക്കയാണ്. ഈ വിഷയത്തിൽ ആദ്യം ആക്രമണം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയത് ട്രംപാണ്. അങ്ങനെ എല്ലാ തരത്തിലും അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഒരാക്രമണം എന്ന് തന്നെ അമേരിക്ക നേരിട്ട് ചെയ്യേണ്ടത് ഇസ്രായേലിനെ കൊണ്ട് വളഞ്ഞ വഴിയിൽ ചെയ്യിപ്പിച്ചു എന്നല്ലേ കാണേണ്ടത്? രഞ്ജിത്ത്, ഒരു പരിധി വരെ അത് സത്യമുള്ളൂ. കാരണം ഡിപ്ലോമാറ്റിക്കലി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ഒരു ഫ്രണ്ടാണ്, അല്ലെ ഫ്രണ്ട്ഷിപ്പാണ് ഇസ്രായേലുമായിട്ടുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് ഒരു പ്രോക്സി വാർ തന്നെ പറയാം. ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഫൈറ്റ് കഴിഞ്ഞ കുറേ ദശകങ്ങളായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്, യുദ്ധം അനിവാര്യമല്ല, യുദ്ധം നിർത്തണം, യുക്രൈൻ റഷ്യ അവിടെ ഒരു പീസ് ട്രീറ്റ് വേണം, ഗാസ ഇസ്രായേൽ ഹമാസ് അത് പീസ് ട്രീറ്റ് വേണം എന്നുള്ള ഒരു ആംഗിളിലാണ് അദ്ദേഹം പരോക്ഷമായിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു പുതിയ യുദ്ധം അദ്ദേഹത്തിന്റെ വാച്ചിൽ നടക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ക്രെഡിബിലിറ്റി കളയുന്ന ഒരു കാര്യമായതുകൊണ്ട് അവർ ഇതിന് മുൻകൈ എടുത്ത് ലീഡ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇറാന്റെ ന്യൂക്ലിയർ ആ ഒരു കപ്പാസിറ്റി ഡിസ്മാൻഡിൽ ചെയ്യേണ്ടത് എത്രമാത്രം ഇസ്രായേലിന്റെ ആവശ്യമുണ്ടോ, ആഗ്രഹമുണ്ടോ, അതുപോലൊക്കെ തന്നെ അമേരിക്കയുടെയും മറ്റു പല ലോകരാഷ്ട്രങ്ങളുടെയും കൂടെ ആഗ്രഹമാണ് എന്നുള്ളതുകൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സീത്തൊക്കെ പറഞ്ഞ പോലൊക്കെ തന്നെ പല ആംഗിളിൽ ഇപ്പൊ ഇസ്രായേൽ പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ലോകത്തിലുള്ള ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന സഖ്യരാഷ്ട്രങ്ങളൊക്കെ അവർക്ക് അവരുടേതായ ഹെഡേക്കും പ്രിയോറിറ്റീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് ഇതിനൊരു വലിയൊരു ലോഞ്ചിവിറ്റി കാണുന്നില്ല, വരത്തില്ല എന്നുള്ളതാണ് ഒരു ഔട്ട്ലുക്ക് പറയുന്നത്. കാരണം 3 ഒബ്ജക്റ്റീവ് ആയിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇൻഡയറക്ട്ലി ഉണ്ടായിരുന്നത്. ഒന്ന്, ഇറാന്റെ ഈ ന്യൂക്ലിയർ വെപ്പണൈസേഷനെ തിരിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ അതിനെ വളരെ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രൈക്കും വളരെ ടാർഗറ്റഡ് ആയിരുന്നു, ന്യൂക്ലിയർ ഫെസിലിറ്റികളിലായിരുന്നു ടാർഗറ്റ് ചെയ്തുകൊണ്ടത്. രണ്ടാമത്തേത് അതിനെ ഫർദർ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആരാണോ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത്, ആരാണോ, ഏത് ശാസ്ത്രജ്ഞരാണോ അല്ലെങ്കിൽ ഏത് ലീഡർഷിപ്പിന്റെ ആരുടെ നേതൃത്വത്തിലാണോ ഈ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്, അവരെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതും ഒരു പരിധി വരെ ഇസ്രായേൽ നേടിക്കഴിഞ്ഞു. മൂന്നാമത്തേത് ഇനി ടെററൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പേടിപ്പിക്കുന്ന സമയത്ത് തന്നെ ട്രംപ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ 60 ദിവസത്തെ ഗ്യാപ്പ്, 60 ദിവസം കൊണ്ട് നെഗോഷിയേഷൻ എടുക്കാൻ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്, കം ടു ദ ടേബിൾ എന്ന് പറഞ്ഞ് ഇറാനെ ഒരു കോർണറിലേക്ക് പുഷ് ചെയ്ത് ഒരു നെഗോഷിയേഷന്റെ അല്ലെങ്കിൽ ഒരു ട്രീറ്റിയുടെ ഒരു പോസിബിലിറ്റി ഇപ്പോഴും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഏതാനും മണിക്കൂർ അല്ലെങ്കിൽ ഏതാനും മിനിറ്റിന് മുമ്പ് വന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ഇതായിരുന്നു. സൺഡേയിലാണ് ഒമാനിൽ എനിക്ക് തോന്നുന്നത് US-ഉം അല്ലെങ്കിൽ ഇറാനുമായിട്ടുണ്ടായിരുന്ന ഒരു പീസ് ട്രീറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നടക്കുവോ ഇല്ലയോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഇറാൻ പറയുന്നത് ഇനി അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം, ഓൾറെഡി ഞങ്ങളെ അടിച്ചില്ലേ എന്നുള്ള ഒരു ടോണിലേക്കാണ് പോകുന്നത്. ചർച്ചകളൊക്കെ വഴിമുട്ടിയിട്ടുണ്ട്, ചർച്ചകൾ ഇനി മുന്നോട്ട് പോകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് രണ്ട് തരത്തിലാണ്. ഈ പലസ്തീൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടായിരുന്നു, അതും തടസ്സപ്പെട്ട പശ്ചാത്തലമാണ്. ഇറാനുമായി ബന്ധപ്പെട്ട ചർച്ച അതുണ്ടായിരുന്നു, അതും തടസ്സപ്പെട്ട വിഷയമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ശ്രീ ജോസ്ലീബ, എല്ലാ തലത്തിലുമുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് മൊത്തത്തിൽ. കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധന